പോലീസ് മേധാവിയായി റവാഡ ചന്ദ്രശേഖറിനെ നിയമിച്ചതിലെ പ്രതികരണത്തിൽ വിശദീകരണവുമായി CPIM നേതാവ് പി ജയരാജൻ ഇന്ന് രംഗത്തെത്തി. മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിക്കുകയാണ് താൻ ചെയ്തത്, എന്നാൽ ദുർവ്യാഖ്യാനത്തിന് ശ്രമം നടന്നു എന്നും പി ജയരാജൻ പറഞ്ഞു. ഞാൻ കൃത്യമായിട്ട് റവാഡ ചന്ദ്രശേഖരനെ നിശ്ചയിച്ചുകൊണ്ടുള്ള ആ മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ മന്ത്രിസഭാ തീരുമാനത്തെയോ CPMുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോ ഒരു വ്യതിചലനവും എൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല. കൃത്യമായിട്ട് നിലപാട് പറഞ്ഞിട്ടുണ്ട്. എന്താണോ ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടിട്ടുള്ളത് അത് കൃത്യമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും ഇപ്പോൾ പറയുന്നു. അതിന് നല്ല പിന്തുണ കിട്ടിയിട്ടുണ്ട്. DYFIയിലൊക്കെ ഭയങ്കര ആവേശം ഉണ്ടായിട്ടുണ്ട്. നല്ല കാര്യമല്ലേ, സന്തോഷമുള്ള കാര്യമല്ലേ. എന്തായാലും ആ പ്രതികരണം എന്ന് വന്നു മിനിഞ്ഞാന്ന്, അതായത് തിങ്കളാഴ്ചയാണ് ഈ പോലീസ് മേധാവിയെ തീരുമാനിച്ചതിന് പിന്നാലെ പി ജയരാജന്റെ ആദ്യ പ്രതികരണം ഉണ്ടായത്. അതാണ് വിവാദമായത്. അതുകൂടി ഒന്ന് കേൾക്കാം. അദ്ദേഹം അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ വെടിവെപ്പ് നടക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. ഹക്കീം ബത്തേരി എന്ന DYSPയുടെ നേതൃത്വത്തിലാണ് വെടിവെപ്പിന് ആധാരമായിട്ടുള്ള സംഘർഷങ്ങളുടെ ഒരു രൂക്ഷതയുണ്ടായത്. ആ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്. വർഗീയത പ്രചരിപ്പിച്ചുകൊണ്ട് സംഘർഷമുണ്ടാക്കാൻ എല്ലാ ശക്തികളെയും ശക്തമായിട്ട് നേരിടും. അതാണ് നയപരമായ തീരുമാനം. മറ്റല്ലാതെ ഓരോ സ്ഥലത്തും പ്രശ്നങ്ങളുണ്ടാകുന്നു, അവിടെ CPIM ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുക്കുന്നതല്ലോ ശരിയായിട്ടുള്ള രീതി. അങ്ങനെ വരുമ്പോൾ നിങ്ങളിൽ പലരും വ്യാഖ്യാനിക്കുന്നുണ്ടല്ലോ, പാർട്ടി ഭരണം, സെൽഭരണം എന്നൊക്കെ പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതിന് വേറെ വ്യാഖ്യാനങ്ങളാണ്. അപ്പം അതുകൊണ്ട് നയപരമായ തീരുമാനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നീതി ഉറപ്പാക്കുന്ന നിലക്കുള്ള പോലീസ് സംവിധാനം, അതാണ് പാർട്ടി തീരുമാനിക്കുന്നത്. അരുൺ പൂപ്രമ്പ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, പി ജയരാജൻ ഇന്ന് വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി പറഞ്ഞ കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ തിങ്കളാഴ്ച പറഞ്ഞ കാര്യങ്ങൾ, ഇതിനെ നോക്കി എങ്ങനെയാണ്, ഏത് രീതിയിലാണ് കാണാൻ കഴിയുക? ഇപ്പോൾ ആദ്യ പ്രതികരണത്തിൽ ശേഷമുണ്ടായ വലിയ വിവാദങ്ങളും ചർച്ചകളും ഒക്കെ അത് പാർട്ടിയിലടക്കം ചർച്ച ചെയ്തതാണ്. പാർട്ടി മറ്റൊരു അഭിപ്രായം പറയുന്നത് കണ്ടു. പിന്നീട് പാർട്ടി സെക്രട്ടറി തന്നെ പറയുന്നു, പി ജയരാജൻ പറഞ്ഞതും താൻ പറയുന്നതും ഒരേ കാര്യമാണ്, അതിൽ തെറ്റായി ഒന്നും പി ജയരാജൻ പറഞ്ഞില്ല എന്ന് MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇന്നിപ്പോൾ വന്ന് പി ജയരാജൻ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? തിങ്കളാഴ്ച നടത്തിയ പ്രതികരണത്തിൽ ഏറ്റവും ഒടുക്കം പറയുന്നുണ്ട്, ഗവൺമെന്റ് തീരുമാനമെടുക്കണം എന്ന ഒരു കാര്യം കൃത്യമായി തന്നെ പി രാജന്റെ വായിൽ നിന്ന് വരുന്നുണ്ട്. അതാണ് ഒരുപക്ഷെ വിവാദമുഖ്യമായതും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെട്ടതുമൊക്കെ. ആ രീതിയിലാണല്ലോ ഇന്ന് പ്രതികരിച്ചത് പി ജയരാജൻ. അപ്പോൾ എന്താണ് ഈ രണ്ട് പ്രതികരണങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അരുൺ? പ്രജിൻ, റവാഡ ചന്ദ്രശേഖരനെ സംസ്ഥാന പോലീസ് മേധാവിയാക്കിയതിനു ശേഷം, നിയമിച്ചതിന് ശേഷം, ആ മന്ത്രിസഭാ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ആദ്യമായി പ്രതികരിച്ച് CPM നേതാവ്, CPMൻ്റെയായി പ്രതികരണം ആദ്യമായി വന്നത് അത് പി ജയരാജൻ്റേതായിരുന്നു. പാലക്കാട് വെച്ചായിരുന്നു പി ജയരാജൻ ആ പ്രതികരണം അന്ന് നടത്തുകയും ചെയ്തത്. അതിൽ പി ജയരാജൻ പറഞ്ഞത് മന്ത്രിസഭാ തീരുമാനമാണ്, സർക്കാരാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്, അതിൽ വിശദീകരിക്കേണ്ടതും സർക്കാരാണ് എന്ന കാര്യം പി ജയരാജൻ പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് കൂത്തുപറമ്പ് വെടിവെപ്പുണ്ടായ സമയത്ത് റവാഡ ചന്ദ്രശേഖർ അവിടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഹക്കീം ബത്തേരി ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യം കൃത്യമായി തന്നെ പി ജയരാജൻ പറഞ്ഞിരുന്നു. അതായത് കൂത്തുപറമ്പ് വെടിവെപ്പിൻ്റെ ഭാഗമാണ് റവാഡ ചന്ദ്രശേഖരൻ എന്ന സൂചന നൽകുന്ന പ്രതികരണം തന്നെയാണ്, അങ്ങനെ സൂചിപ്പിക്കുക തന്നെയാണ് പി ജയരാജൻ അന്ന് അവിടെ പാലക്കാട് വെച്ച് നടത്തിയ മാധ്യമങ്ങളോട് നടത്തിയ പ്രതികരണത്തിൽ പറയുകയും ചെയ്തത്. അതിനുശേഷം പി ജയരാജൻ്റെ ആ പരാമർശത്തിന് വലിയ സ്വീകാര്യത ഈ സമൂഹ മാധ്യമങ്ങളിൽ, പ്രത്യേകിച്ച് CPIM അണികൾ, DYFI പ്രവർത്തകർ, പ്രധാനപ്പെട്ട CPMൻ്റെ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ സ്വീകാര്യത ലഭിക്കുന്നത് നമ്മൾ കണ്ടു. പക്ഷേ പാർട്ടി നേതാക്കൾ, പ്രധാനമായും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, CPIM കണ്ണൂർ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള പാർട്ടിയുടെ മറ്റു നേതാക്കൾ ആ രീതിയിലുള്ള ഒരു നിലപാടല്ല സ്വീകരിച്ച്. റവാഡ ചന്ദ്രശേഖരൻ പൂർണ്ണമായും കുറ്റവിമുക്തനാണ്, അതിൽ അന്നത്തെ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുണ്ട്, കോടതിയുടെ കണ്ടെത്തലുണ്ട്, അതൊക്കെ വിശദീകരിച്ചുകൊണ്ടായിരുന്നു CPIMൻ്റെ മറ്റു നേതാക്കൾ ഈ കാര്യങ്ങളിൽ ഒരു പ്രതിരോധം തീർത്തത്, ഉയർന്നിട്ടുള്ള വിമർശനങ്ങളിൽ ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്തത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ പി ജയരാജൻ പറഞ്ഞതും CPIM സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നതും രണ്ട് കാര്യങ്ങളായി വിലയിരുത്തപ്പെടുകയും ചെയ്തിരുന്നു. അതിലാണ് ഇന്ന് പി ജയരാജൻ കൃത്യമായൊരു വിശദീകരണം നൽകാൻ ശ്രമിച്ചത്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പി ജയരാജൻ പറഞ്ഞത്. മന്ത്രിസഭാ തീരുമാനത്തെ താൻ എതിർത്തു എന്ന രീതിയിൽ ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. അത് തെറ്റായ പ്രചാരണമാണ്, ദുർവ്യാഖ്യാനമാണ് എന്നതാണ് പി ജയരാജൻ പറയുന്നത്. അത്തരത്തിൽ മന്ത്രിസഭാ തീരുമാനത്തെയോ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു തീരുമാനത്തെയോ താൻ എതിർത്തിട്ടില്ല. താനൊരു CPIM പ്രവർത്തകനാണ്,
ആ പാർട്ടി ആ കാര്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളെ ഞാൻ അംഗീകരിക്കുന്നു എന്ന് പി ജയരാജൻ പറയുന്നു. അതിനുശേഷം മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് ചോദിച്ചു, ഈ കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡ ചന്ദ്രശേഖരന് പങ്കുണ്ടോ, അതിൽ റവാഡ ചന്ദ്രശേഖരൻ കുറ്റക്കാരനാണോ എന്ന കാര്യവും മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചു. അതിൽ പി ജയരാജൻ പറഞ്ഞിട്ടുള്ള മറുപടിയാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ളത്. താൻ ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ വിശദീകരിച്ചതാണ്. നേരത്തെ പാലക്കാട് നടന്ന മാധ്യമങ്ങളോട് പറയുന്ന ഘട്ടത്തിൽ, ഈ കാര്യത്തിൽ പ്രതികരിക്കുന്ന ഘട്ടത്തിൽ താൻ അതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകിയതാണ്. അതിൽ നിന്നും, ആ നിലപാടിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ മാറ്റമില്ല, ആ നിലപാടിൽ ഉറച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് പി ജയരാജൻ ഇന്നും ആവർത്തിച്ചത്. അത് മാധ്യമങ്ങൾ ആ ചോദ്യം ആവർത്തിച്ച് ചോദിച്ചപ്പോഴും അതിൽ മറ്റൊരു മറുപടി പി ജയരാജന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. ഇപ്പോഴും ഈ കാര്യത്തിൽ പാർട്ടി നേതൃത്വം, അതായത് സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ പറയുന്നതും പി ജയരാജൻ പറയുന്നതും രണ്ടും രണ്ടാണോ എന്ന അണികൾക്കിടയിൽ പോലും ആ വ്യക്തതയുണ്ട്. പി ജയരാജന്റെ പ്രതികരണത്തിന് വലിയ സ്വീകാര്യത അണികളിടയിൽ നിന്ന് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അരുൺ പൂപ്പറമ്പയാണ് കണ്ണൂരിൽ വിശദാംശങ്ങൾ നൽകിയത്.